അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങ വെച്ച് നല്ലൊരു ഐസ്ക്രീമാണ്. മാങ്ങയുടെ പീസൊക്കെ ഇട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഐസ്ക്രീം. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 500 ml ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ പ്യൂരിയാണ്. മാങ്ങ മുറിച്ച് നല്ല വെള്ളമൊന്നും ഇല്ലാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് ഒരു മാങ്ങ ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ വാനില എസൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോകുന്ന ബൗള് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ നല്ലോണം തിക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്കാവുന്നവരെ ചെയ്യാം. ഒരു 4-5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അത് റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ഫ്ലഫിയായി വന്ന് നമ്മുടെ ക്രീം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടിന്നാണ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി വേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് മാങ്ങയുടെ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇത് തീരെ വെള്ളമില്ലാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. മാങ്ങയ്ക്ക് കുറച്ചും കൂടി നല്ല കളർ ഉണ്ടെങ്കിൽ നല്ല കളറായിരിക്കും നമ്മുടെ ഐസ്ക്രീമിന്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് അധികം കളറൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നുകൂടി ഒരു 30 അല്ലെങ്കിൽ 45 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്ന് മിക്സായി കിട്ടുകയേ വേണ്ടൂ, അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടി ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ പീസാക്കി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. സ്പൂണോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ച് ജസ്റ്റ് ഒന്നത് മിക്സാക്കി എടുത്താൽ മതി. ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ നല്ല മൂടിയുള്ള ഒരു കണ്ടെയ്നറിലേക്കോ മാറ്റി കൊടുത്ത് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബൗളിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ നല്ലോണം ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. ഒരു 8 അല്ലെങ്കിൽ 10 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം, എന്നാലേ അത് നല്ല ഹാർഡായി വരുള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു രാത്രി മുഴുവൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഐസ്ക്രീം റെഡിയായി. അപ്പോൾ ഇത് സ്കൂപ്പ് ചെയ്യുന്നതിന് മുൻപേ സ്പൂണായാലും സ്കൂപ്പറായാലും ജസ്റ്റ് ഒന്ന് നേരിയ ചൂടുവെള്ളത്തിലിട്ട് മുക്കിയെടുത്താൽ നമുക്ക് ഐസ്ക്രീം വേഗം സ്കൂപ്പ് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി
കാണാം. താങ്ക് യു.